ഹായ്, നമ്മളൊരു മിസ്റ്റർ ലൈറ്റിൻ്റെ ടവർ റെഡിയാക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസം ആയതാണ്. ദാണ്ടേ അത് ഞാനത് അതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കുകയാണ്. അത് അതിൻ്റെ പുറത്തേക്കൊരു വയറൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ആ വയറൊക്കെ ഞാൻ മാറ്റുകയാണ്. ഇത് സ്പീക്കറിലോട്ട് പോസിറ്റീവിന് ഇവിടെ ഒരു ബോർഡൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഞാനൊന്ന് അയച്ചു നോക്കട്ടെ അതിൻ്റെ അവസ്ഥ എന്നാന്ന്. ഇത് കുഴപ്പമില്ല. ഇത് സ്പീക്കറും ട്യൂട്ടറിനുമുള്ള കണക്ഷനുണ്ട്, അത് ബോർഡുണ്ട്. ഇത് സ്പീക്കറിൻ്റെ ഇൻപുട്ടാണ്. മറ്റേ ഇവൻ വന്ന് എവിടെയാണ് കയറുന്നതെന്ന് നോക്കണം. ഇതിങ്ങനെ പറിച്ചിട്ടിരിക്കുകയാണല്ലോ. അല്ല, എലിയാണോ മാക്കാനാണോ എന്നറിയത്തില്ല. ഇത് പറിച്ചിട്ടിരിക്കുക. ലെൻസ് ഞാനെല്ലാം ഒന്ന് പഠിക്കട്ടെ. ഇതാണ് രണ്ട് സ്പീക്കർ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു സ്പീക്കറിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ഈ സ്പീക്കറിൽ റൈറ്റ് സൈഡ് പോസിറ്റീവും ലെഫ്റ്റ് സൈഡ് നെഗറ്റീവുമാണ്. അതായത് പഴയ ടെക്നീഷ്യൻ്റെ പഴയ ആ സെറ്റയിൽ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവും ആയിരുന്നു. ഇത് നേരെ തിരിഞ്ഞാണ്, ഇപ്പോൾ എല്ലാം നേരെ തിരിഞ്ഞാണ് വരുന്നത്. ആ കാര്യം ഒന്ന് ഇൻഫോം ചെയ്യണം. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഒരു ബാറ്ററി ഒരു വയർ കൊടുത്താൽ ഇതേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു സ്പീക്കർ ചെയ്തു, അതായത് ടെക്നിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കർ. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവും റൈറ്റ് സൈഡ് നെഗറ്റീവാണ് നമുക്ക് കിട്ടിയത്. ആ ടൈപ്പ് ഒത്തിരി പഴയ സെറ്റുകൾക്കെല്ലാം കൂടുതൽ വിൻറ്റേജ് സെറ്റുകൾക്കെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഇത് കണ്ടോ, പുറത്തേക്ക് റൈറ്റ് സൈഡിലാണ് പോസിറ്റീവ്. കണ്ടോ, പുറത്തേക്ക് തള്ളുന്നു. റൈറ്റ് സൈഡിൽ ഒന്ന് അടുപ്പിച്ചു കൊണ്ടു കാണിച്ച്. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡിൽ പോസിറ്റീവും ലെഫ്റ്റ് സൈഡ് നെഗറ്റീവുമാണ് ഇപ്പോൾ പുതിയ സെറ്റുകൾക്കെല്ലാം വരുന്നത്. ആ കാര്യം ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് പുതിയ ടി വിയുടെ സ്പീക്കർ. അതായത് IC വെച്ചുള്ള വരുന്ന മിക്കവാറും സ്പീക്കറുകളെല്ലാം റൈറ്റ് സൈഡിൽ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കാണിക്കാം. ഇത് ലെഫ്റ്റിൽ നെഗറ്റീവ് കൊടുത്തു, ഇത് പോസിറ്റീവ്. പുറത്തേക്കല്ലേ നോക്കുക, ഉണ്ടോ, ഇത് പുറത്തേക്ക് ഇത് തള്ളുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്പോൾ വരുന്ന പുതിയ സ്പീക്കറിനല്ല, നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പോസിറ്റീവ് വരുന്നത്, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സ്പീക്കർ നമ്മുടെ ഫേസായിട്ട് വെച്ചാൽ, നമ്മുടെ ഫേസിലേക്ക് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവും റൈറ്റ് സൈഡ് നെഗറ്റീവുമാണ്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചിലർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ഒന്നുകൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് സ്പീക്കർ പിടിക്കുന്നെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്ന സാധനം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡ് നെഗറ്റീവും. ഇങ്ങനെയാണ് സ്പീക്കർ വെക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡ് പോസിറ്റീവും ലെഫ്റ്റ് സൈഡ് നെഗറ്റീവാണ്. ക്ലിയർ ആയോ? ഇനി തെറ്റല്ലേ? ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ തന്നെ വരും, ഇങ്ങനെ പിടിച്ചാൽ അത് ഇങ്ങനെ വരും. ലെഫ്റ്റ് ഈസ് റൈറ്റ്, റൈറ്റ് ഈസ് ലെഫ്റ്റ്. ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ പറഞ്ഞ പോലെ ബാറ്ററി കൊടുത്ത് നോക്കിയാൽ കറക്റ്റ് അറിയുകയും ചെയ്യാം. ഇവന്മാർ എഴുതി നോക്കണ്ട. അതെ, അപ്പേ കുറെ വയറും കൊപ്പുമെല്ലാം പറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഏതാണ്
അത് ഇത് എന്നിപ്പോൾ കണ്ടുപിടിക്കണ ഇപ്പോൾ വലിയൊരു പണിയാണ്. എലി കറണ്ടതാണ് എല്ലാവേ. എലി കറണ്ട് എല്ലാം മുറിച്ചിട്ടേക്കും അകത്ത്. അപ്പം നമുക്കിപ്പോൾ കണക്ഷൻ കൊടുക്കാൻ എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ അവസാനം കൊടുക്കാം. ഇതിപ്പം TIP 42C, TIP 41C. ഇതിങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കൊടുക്കുക. അതെല്ലാം ഇനി അഴിച്ച് പറിക്കണ വലിയ പാടാണ്. അയണൊന്ന് കുത്തിക്കുക. ഇത് കണക്ഷൻ കൊടുക്കാൻ പോവാം. ഈ സ്പീക്കർ കൊടുത്തങ്ങ് മാറ്റാം. നെഗറ്റീവിടെ കൊടുക്കുക. പോസിറ്റീവിടെ കൊടുക്കുക. ലെഡ് ഫ്ലക്സ്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്ത സ്പീക്കർ തന്നെയാണ് ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പം പോസിറ്റീവിലും, അതായത് ചുമല വരെ വരുന്നത് എപ്പോഴും പോസിറ്റീവിലായിരിക്കണം. അങ്ങനെയാണിത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് തിരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കൊടുത്തു.
നമ്മുടെ ട്യൂട്ടർ അവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സപ്ലൈ കൊടുത്തൊന്ന് നോക്കാം എങ്ങനെ കാണിക്കുമെന്ന്. ഇതിലേതാ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് എന്ന് അറിയാൻ മേലാത്ത രീതിയിൽ രണ്ടും വെള്ള വയറാണ്. നമുക്ക് കൊടുത്ത് നോക്കാം. ഇത് പോസിറ്റീവ്, ഇവിടെ ഒന്ന് കൈ വെച്ച് നോക്കി. ഞാനിത് തൊടുമ്പോൾ ആ ഫ്രണ്ടിലത്തെ സ്പീക്കർ അനങ്ങുന്നുണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് ഇതേ കൊണ്ടുവന്ന് കൈ വെക്കുക. വീഡിയോ പിടിച്ചു, ഇവിടെ കൈ വെച്ചിട്ട് വീഡിയോ പിടിച്ചു. അതുകൊണ്ടോ ഒരു സ്പീക്കർ അതിനൊന്ന് തൊട്ടേ മൊബൈൽ കറക്റ്റ് പിടിച്ച്. ആ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇപ്പം നീ എടുത്ത് വെച്ചപ്പോൾ എന്താ പറ്റിയോ? ഓക്കെ, നിൽക്കണ്ട, തൊട്ടാൽ മതി. ഇപ്പം ഉണ്ടോ? അനക്കമില്ലേ? മതി. മൊബൈലിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അത് വർക്കിംഗ് ആണ്. കണക്ട് ചെയ്ത് ഒരു സ്പീക്കർ നമുക്ക് ചെയ്യാം. എൻ്റെ സ്പീക്കർ സ്ക്രൂ കൊടുക്കുകയാണ്. 1 4 സ്ക്രൂ അതിനുള്ള 2 3 4 സ്ക്രൂ 4 സ്ക്രൂ അപ്പം കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ തുണ്ട് പോലെയൊക്കെ വയർ വെച്ചിരിക്കുക. അതൊക്കെ നമുക്ക് മാറ്റണം. നല്ല വയർ ഇട്ട് കൊടുക്കണം. ഊരാവുന്ന പോലെ ഇട്ടില്ലെങ്കിലും ഒരു പിന്നും എല്ലാറ്റത്ത് പിടിപ്പിച്ച് വല്ലതും കൈകാര്യം ചെയ്യണം. അപ്പം വയർ ഞാൻ അഴിച്ചെടുക്കാൻ പോവാണ്. ഇത് നല്ല കോപ്പർ വയറാണ്, ഒറിജിനൽ കോപ്പർ വയറാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. കോപ്പർ വയറാണ്. ഈ സ്റ്റീൽ വയറും അലുമിനിയം വയറൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. കോപ്പർ വയർ മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. കാരണം അതല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് നല്ല ഇൻഡക്ഷൻ, അതായത് സാധനം കടന്നു പോകണമെങ്കിൽ കോപ്പർ വയർ വേണം. അപ്പോൾ നമ്മൾ ഒരു കെട്ട് നിർത്തണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകും. ഒരു കെട്ട് നിർത്തി ബാക്കി വയറെല്ലാം നമ്മൾ വലിച്ചെടുക്കുകയാണ്. ഒരു ആവറേജ് ഒരു 2 മീറ്ററെങ്കിലും നിർത്തണം, എന്നാലേ നമുക്കൊരു ചിരാകത്തി വെക്കാൻ പറ്റുള്ളൂ. ഒരു 3 മീറ്റർ അതിൻ്റെ ആവശ്യമുള്ളൂ. 3 മീറ്ററിൽ ഞാനിവിടെ ഇതെനിക്ക് വേറെ കണക്ഷൻ കൊടുക്കാൻ സ്ലീവ് എടുത്തുണ്ടോ? സ്ലീവ് ഒരു റെഡും ബ്ലാക്കും എടുത്തുണ്ടോ? അപ്പോൾ നമ്മൾ 2 വയറെടുത്തു. പോസിറ്റീവായി കൊടുക്കുവാണ്. അതിന് നമ്മളൊരു സ്ലീവ് ഇട്ടു. നമുക്ക് ഇച്ചിരി ഫ്ലക്സ് അതിനും കൊടുക്കണം. ഫ്ലക്സ് എവിടെ? ഫ്ലക്സിൻ്റെ ടിൻ എവിടെ? ഇവിടെ ഉണ്ട്. ഇച്ചിരി ഫ്ലക്സ് അവനും കൊടുത്തു, ഇവനും കൊടുത്തു. അപ്പോൾ നമ്മളിത് പോസിറ്റീവിൽ കൊടുക്കുവാണേ. പോസിറ്റീവാണ്. ഇപ്പോൾ ചുമല വയറിൽ നമ്മൾ ചുമല വയർ കൊടുത്തു. പിന്നെ നെഗറ്റീവിലും കൊടുക്കുക.
നെഗറ്റീവും കൊടുത്തേ. ഇനി നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ശരിയാണോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കള്ളത്തരം വന്നിട്ടുണ്ടോ നമുക്കറിയണ്ടേ. കാരണം പിന്നെ ഒരു തിരിമറി വന്നിട്ടുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. നമ്മളാരെയും വിശ്വസിക്കാൻ പാടില്ല. ആരെയും കുടിച്ച വെള്ളത്തിലെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മൾ തന്നെ ചെയ്ത് ബോധ്യം വരണം. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ബോധ്യം വന്ന് 1 അല്ല 2 തവണ ബോധ്യം വന്നിട്ടേ ചെയ്യാവുള്ളൂ. വീണ്ടും ഞാൻ സപ്ലൈ കൊടുക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ സ്പീക്കറിൽ നോക്കുക. പോസിറ്റീവ് കൊടുക്കുമ്പോൾ പുറത്തേക്കാണോ, പുറത്തേക്കല്ല വരുന്നേ. കണ്ടല്ലോ, കണ്ടോ? വീഡിയോ കിട്ടിയോ? ഉണ്ടോ? ഉണ്ടല്ലോ. ഞാൻ അകത്തേക്ക് വരും, തിരിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഇനി ഓക്കെ മതി. ഓക്കെ, ഇനി ബ്ലോവർ എടുത്തോ. ബ്ലോവർ എടുത്തോ, ചൂടാക്കിയേക്കാം. ഇത് ഇൻസുലേഷൻ ചുറ്റി വെച്ച ചേട്ടാ ഒന്ന് കണ്ടോ. ഇങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാം. 2 എണ്ണം നമ്മളിപ്പോൾ ചെയ്തു. ചെറിയ വിലക്ക് കിട്ടുന്ന സ്ലീവൊക്കെയാണ്. ഇതൊക്കെ ചെയ്ത് കണ്ടോ, ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര നീറ്റായി. നിങ്ങൾ തന്നെ നോക്കി. അവിടെ ഒരു ഇൻസുലേഷനോ വയർ കയറ്റിവെപ്പോ ഒരു സംഭവമില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇനി ആന പിടിച്ചാൽ പോരത്തില്ല. സാധനം ഒരു പിടി വെച്ചു, നല്ല ചൂടാ. ഇനി ഈ സാധനം ഇനി ആന പിടിച്ചാൽ പോരത്തില്ല. എൻ്റെ വയർ ഇൻസുലേഷൻ ചെയ്ത് കണ്ടല്ലോ നിങ്ങൾ. ഇനി മറ്റേ സൈഡിൽ കൊടുക്കണം സെറ്റാൽ. അപ്പോൾ ഇനിയിപ്പോൾ പണി കഴിഞ്ഞല്ലോ. ഇതിപ്പോൾ നമുക്ക് അടയ്ക്കാം. ഇതിൻ്റെ മണ്ടാലത്തെ സുന നമുക്ക് അടച്ച് ഒരു കമ്പി പോലെ ഉണ്ട് ഇവിടെ, ഒരു കുറ്റി. ആ കുറ്റി വെച്ച് കറക്റ്റ് കുറ്റിയാണ് വരണം. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ കാര്യങ്ങൾ റെഡിയായി. ഒരു സ്പീക്കർ ഇത് വർക്കിംഗ്, ട്യൂട്ടറും വർക്കിംഗ്, ഇത് ഡമ്മിയ. പിന്നെ ഇതിൻ്റെ സ്പീക്കർ ഊഫറും റെഡിയായി. അവനെ നമുക്കിനി താഴെ ഇറക്കി വെക്കാം. പാട്ട് പാടിച്ച് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി. പിന്നെ ഈ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡ് ശരിയാക്കി എടുക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കാം. എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാൻ പറ്റുമോയെന്ന്. ഇതിൻ്റെ സാധനം എല്ലാം പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ നമ്പർ പോലും അറിയത്തില്ല. ഗ്രീൻ ബ്ലാക്ക്. ഒരു റെസിസ്റ്റർ അവിടെ കരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഓംസ് ശരിയാണെന്ന് നോക്കട്ടെ. മീറ്റർ $56. അത് കരിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, പോയിട്ടില്ല. 55. എന്നാലും നമുക്കത് മാറിയിടണം, അല്ലെങ്കിൽ ഉള്ള കുഴപ്പം അറിയാമല്ലോ, പെട്ടെന്ന് കത്തിപ്പോവും. അതുകൊണ്ട് ആ റെസിസ്റ്റർ ഞാൻ ഇൻപുട്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് ദൈവമേ. ഇതിൻ്റെ പരിപാടിയില്ല. ഒരു സാധനം എങ്ങനെ ഷോവേഡ് ചെയ്തെടുക്കാം. ഇവനെയൊക്കെ എന്നെ ചെയ്യുന്നുണ്ട് ദൈവമേ. എൻ്റെ AC പവർ സപ്ലൈയുടെ ഇതുവരെ പിടിച്ച് നിർത്തിയിരിക്കുക.
പൊരിക്കും. ഇപ്പം പകുതി മുക്കാൽ സാധനം അവിടെ ഇരിക്കും, കബേർഡ് നിറച്ചുവേ. അതൊന്നും വെക്കാറ്, ഇനി നാളെ അത് തരും. പെൻഡ്രൈവ് എടുത്ത് സപ്ലൈ കുത്താൻ പോവാണേ. ചിലപ്പോൾ ഇനി ഗ്ലാസ്സേലേ കിട്ടുള്ളൂ, അതിൻ്റെ ഡിസ്പ്ലേ തെളിയുന്നതൊക്കെ. എന്താ ഡിസ്പ്ലേ തെളിഞ്ഞിട്ടുണ്ടേ, എന്താ ഗ്ലാസ് തെളിഞ്ഞിരിക്കുന്നുണ്ടോ. ഇനി അതിൻ്റെ സ്വിച്ച് എവിടെയാണ്, ഓൺ ഓഫ് സ്വിച്ച്. പവർ ഓണായി. ഇനി പെൻഡ്രൈവ് കുത്തി നോക്കാം. പള്ളുന്നില്ല. ഇനി ഇതത്തോട്ട് നോക്കണം. അവിടെ ഇൻപുട്ട് വരുന്നുണ്ട്. ഉണ്ട്. ഓളിവേ എവിടെയാന്ന് നോക്കട്ടെ.
ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്. സ്പീക്കർ ഔട്ട്. നിർത്തിയോ? ഞാനൊന്ന് കണക്ഷൻ കൊടുത്ത് കേൾക്കട്ടെ.
അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ബോർഡ് കണ്ടോ, കംപ്ലീറ്റ് ഇത് കണ്ടോ, മൊത്തം ക്ലാവ് കയറി മൊത്തം നശിപ്പിച്ച് കൊളന്നുകൊണ്ടിരിക്കുക. ഇനി അതിൻ്റെ പണിയെ ഞാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് നല്ല സൂപ്പർ ഡി ക്ലാസ് ആംപ്ലിഫയർ. ഇത് ഓക്സിനും ഉണ്ട്, ബ്ലൂടൂത്തും ഉള്ള 100+100 ഒരു സൂപ്പർ ആംപ്ലിഫയർ ബോർഡ്. ഇത് ഞാനങ്ങ് വെക്കാൻ പോവാം. ഇനിയിപ്പം കൂടുതൽ സമയമൊന്നും ഇതിനായിട്ട് ചെലവിടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ 2 പിന്നുണ്ട്. അതിലൊരു ഇത് വെക്കുവാണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ബോർഡ് വിട്ട് ബോർഡ് മാറുകയാണ്. ഇതിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കോലം കണ്ടില്ലേ, ഇതിൻ്റെ മൊത്തം സാധനം വലിച്ച് പറിച്ച് നന്നാക്കിയൊക്കെ എടുക്കാതിരിക്കും. എന്നാലും എന്നും പ്രശ്നമായിരിക്കും ഇതിന്. അതുകൊണ്ട് ഞാൻ എൻ്റെ സപ്ലൈ ഇത് എത്ര വോൾട്ടാ, മെയിൻ ഫിൽറ്റർ എത്രയാണേലും ഞാൻ ചെയ്യാൻ പോകണം. പിന്നെ ഈ 3 സ്പീക്കർ, ഇത് മെയിൻ സ്പീക്കർ, മറ്റേ ഫ്രണ്ടിലത്തെ ഈ സ്പീക്കറിലോട്ട് 2 ലൈനുണ്ട്. ഇതുണ്ടോ, അതൊക്കെ നീട്ടാൻ കണക്ഷൻ കണ്ടിച്ച് കൊടുത്താൽ മതി. ഇവിടെ അത്ര ഉള്ളു കേസ്. ഇത് നീളം കഷ്ടിയുണ്ട്. കട്ടർ കഴിഞ്ഞിരുന്നു. കട്ടർ ഒരു ട്യൂട്ടറുമുണ്ട്, ഒരു മിഡ്റേജും ഉണ്ട്. എൻ്റെ കണ്ണാടി കൊണ്ടുവന്നായിരുന്നു. ഒന്നുകൂടെ തുറന്ന് നോക്കണമല്ലോ. അതിൽ ഏതായത് ട്യൂട്ടറിൻ്റെ എന്ന് അറിയത്തില്ല. Remix DJ Track.
എത്ര വോൾട്ടേ ഉണ്ടെന്ന് ഇവിടെ ഒന്ന് നോക്കി. 26.54 വോൾട്ട് ഉണ്ട്. 24 വരെ കൊടുക്കാൻ കുഴപ്പമില്ല. 26 വോൾട്ട് കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയില്ല. പിന്നെ ഇൻപുട്ട് കൺട്രോൾ ചെയ്യാനുണ്ട്. ഞാനതെല്ലാം 0 തന്നെ ഇട്ടിരിക്കുക. ബ്ലൂടൂത്തിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ മൊബൈലിൽ നിന്ന് ബ്ലൂടൂത്ത് ഇട്ടാണ് നിങ്ങൾ പാട്ട് കേട്ടത്. ഒരു ചാനലേ കൊടുത്തിട്ടുള്ളൂ. ഒരു ചാനലിലൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം അത് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ഇതിപ്പോൾ ബ്ലൂടൂത്ത് ചെക്ക് ചെയ്തു, ഓക്കെയാണ്. ഇനിയിപ്പോൾ ഈ ബോർഡിലോട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ അതിന് മുമ്പ് ഇതാണ് നമ്മൾ ട്യൂട്ടർ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരുന്ന് എല്ലാം കണക്ട് ചെയ്യാൻ പോവാണ്. അതിന് ശേഷം അത് ചെയ്യും. അപ്പോൾ ഓക്കെ, ഇതിവിടെ 2 വയറും കട്ട് ചെയ്തിരിക്കുക. അങ്ങോട്ട് കൊണ്ടുവന്ന് കാണില്ല, 2 വയറും കട്ട് ചെയ്ത് വിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് സ്പീക്കർ ഏതാണ് ട്യൂട്ടർ എന്നറിയണം. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഏതാ കറങ്ങുന്ന നോക്കി, ഏതാ അനങ്ങുന്ന നോക്കി, സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറാണിത്. ഇത് ട്യൂട്ടറാണെന്ന് ചെക്ക് ചെയ്തേക്കാം. ട്യൂട്ടറും വർക്കിംഗ് ആണോ നോക്കട്ടെ. അപ്പം ട്യൂട്ടറാണ്, ഓക്കെ. അപ്പോൾ ഈ ബോർഡിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. സ്ലീവ് 4 സ്ലീവ് വേണം. ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് ഇച്ചിരി കയറ്റി ഇട്ടു. ഇപ്പം നമുക്കിതിനകത്ത് ഇത് ഹൈ ട്യൂട്ടർ, അപ്പം ഹൈ ഇതായിരുന്നു. അപ്പോൾ ഇത് വേണം നമുക്കിവിടെ സോൾഡർ ചെയ്യാം. അതെ, ഇല്ല ഒന്നും പറ്റിയില്ല. കൈ ഇപ്പം നമ്മൾ കണക്ട് ചെയ്തത് ഇത് തന്നെയാണല്ലോ, ഒന്നുകൂടെ നോക്കിയേക്കാം. ഇരട്ടിപ്പണി കണ്ടിട്ടാണ് ഇത്. ഈ വലിയ നീളമുള്ളത് കൈ. അപ്പോൾ ഹൈ ഇത് ഒന്ന് പിടിക്കാൻ ഇത് ട്യൂട്ടർ അല്ല, ഇത് മിഡ് റേഞ്ച് ഹൈ ഫ്രീക്വൻസി, മറ്റേ ലോ ഫ്രീക്വൻസി, പിന്നെ ട്യൂട്ടർ അതിൻ്റെയും വലുത്. ശരിക്കും ഈ ക്ലാസ്സിന് ഇത് ഹൈ റേഞ്ച് കൊടുത്തു. ഇത് നമ്മൾ സ്ലീവ് ഇട്ടു. ഇനി അടുത്ത് അതിൻ്റെ നെഗറ്റീവ് കൊടുക്കുന്നു ഹൈയുടെ. രണ്ട് സ്ലീവ് കൂടെ ഒപ്പിച്ചില്ലേ, അവിടെ വെച്ചോ. അത്രയും വേണമെന്നില്ല, നിങ്ങളെ കൂടുതലാണ്. കട്ടറുണ്ട്, ആ കട്ടർ ചെയ്യുന്നു. ഒരു പകുതി മതി. മറ്റേ ഇച്ചിരി സ്ലീവ് ഉള്ളു പോയിട്ട് ഞാൻ ഇച്ചിരി നീട്ടിയെടുത്തോളാൻ പറയുന്നുള്ളൂ. ഇതിനത്രയും വേണ്ട. ഇത് കറുത്ത വരെയുള്ള കറുത്ത തന്നെ കൊടുക്കണം. പിന്നെ അടുത്തതിൻ്റെ സ്ലീവ് ഞാൻ മുറിച്ചതിൻ്റെ ബാക്കി കഴിഞ്ഞാൽ മതി. നമ്മുടെ ഒരു സബ്സ്ക്രൈബറായി വളരെ സ്നേഹത്തോടുകൂടി എന്നോട് പറഞ്ഞ് ഈ കുറ്റമൊന്നും പറയരുത്, സർവീസ് ചെയ്യുമ്പോൾ ഈ ചീത്തയാക്കി കൊണ്ടിരുന്നതിനൊക്കെ കുറ്റം പറയരുതെന്ന് പറയും. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് ഇതാണ്, അതായത് എല്ലാ മെക്കാനിക്കുകളും ഇങ്ങനെയൊക്കെ അല്ലേ നന്നാക്കി വലിയ മെക്കാനിക്കുകളായി മാറിയത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലെന്നുള്ളതാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ ശരിക്കും നാട്ടുകാരുടെ സെറ്റ് നശിപ്പിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി പഠിച്ചു, കാശ് മുടക്കി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി സ്വന്തമായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് അസംബ്ലി ചെയ്തുമൊക്കെ പഠിക്കണം. ഞാനങ്ങനെ പഠിച്ചതാണ്. അല്ല, നാട്ടുകാരുടെ സെറ്റ് ഒരിക്കൽ പോലും കയ്യബദ്ധത്തിൽ പോലും നഷ്ടപ്പെടാൻ എനിക്കിഷ്ടമുള്ളതല്ല. ഞാനങ്ങനെ നഷ്ടപ്പെടുത്താറുമില്ല. ഇനി അഥവാ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ഞാനത് കാശ് മുടക്കി റെഡിയാക്കി എടുത്തു. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരുടെ സെറ്റ് കേടാക്കി വലിയ മെക്കാനിക്കായി പഠിക്കുന്നതിന് കൊടുക്കാനുള്ളതാണ് ശരിയല്ല എന്ന് ഞാൻ വളരെ സ്നേഹത്തിൽ പറയുകയാണ്. വേണം പഠിക്കാൻ. നമ്മൾ നല്ലപോലെ പഠിച്ച ശേഷം വേണം
നാട്ടുകാരുടെ സെറ്റ് ഓക്കെ പണിയാൻ. അതെ, അതിന് ഇച്ചിരി ക്ലാവുണ്ടേ, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കയറ്റി കളയുവേത്. അതിൻ്റെ അറ്റത്ത് ഇച്ചിരി ക്ലാവ് വരുന്നുണ്ട്, അത് നമുക്ക് വേണ്ട. അപ്പം ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്, ഇനിയിപ്പോൾ എൻ്റെ വയർ അങ്ങനെ ഇട്ട് ഊഫർ അങ്ങ് പിടിപ്പിക്കാം. ഊഫർ പോസിറ്റീവ് ഇവിടെ, തുളയ്ക്കകത്തോടെ കിടത്തി വിടണം. മാറ്റിക്ക്, അതൊരു ഇരട്ടിപ്പിടുത്തമാണ് തുളയിൽ കൂടെ കയറ്റി വിട്ട. ഓക്കെ, അതാ അതിനാണ് അവിടെ ഒരു തുളയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ പുതിയ മോഡൽ ഈ ടൈപ്പ് സ്പീക്കറെല്ലാം ലെഫ്റ്റ് സൈഡിൽ കമത്തി വെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും വലതുവശം പോസിറ്റീവാണ്. ഇന്നലെ നമ്മൾ നോക്കിയ ടെക്നിസിൻ്റെ സ്പീക്കർ നേരെ തിരിച്ചാണ്. ആ ടൈപ്പ് സ്പീക്കറെല്ലാം അങ്ങനെയാണ് വരുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അവർ പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അടയാളപ്പെടുത്തുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു ഈ സാധനത്തിന്. അപ്പോൾ ഇനി നമ്മൾ സ്ക്രൂ മുറുക്കാൻ പോവാണ്. ഈ സെറ്റാണ് അന്ന് നമ്മൾ കുടശീല കൊണ്ട് റിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സെറ്റ്. അതിപ്പോഴാണ് കൊടുക്കുന്നത്. നല്ലൊരു പാവം കസ്റ്റമറാണ്. ഇത്രയും ദിവസം താമസിച്ചിട്ട് അയാൾ എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ വേറൊരിടത്ത് കൊണ്ട് ആ പരുവത്തിൽ കൊണ്ടുവന്നതാണ്, നശിപ്പിച്ചതാണ്. എന്നാലും ഒന്ന് ധൃതി വെക്കുകയോ ഒന്നും ചെയ്യാതെ തീർത്തും ചെയ്ത് മാന്യമായിട്ട് ബിഹേവ് ചെയ്ത വളരെ നല്ലൊരു കസ്റ്റമർ. അങ്ങനെ വേണം കസ്റ്റമറുമായി. കാരണം ഇവന്മാരൊക്കെ അത് കൂട്ട് പറയാം. ഞാനിത് ഇത്രയും താമസിക്കുന്നതല്ല, ഈ കോലം ആയതുകൊണ്ടാണ്. നോർമലായിട്ട് എൻ്റെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഞാൻ ചെയ്ത് കൊടുത്തേനെ. നമ്മൾ പലവട്ടം അത് ശരിയാക്കാൻ പറ്റുമോ നോക്കിയതാ, പിന്നെ രക്ഷയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നു. ഇതാണ്ട് സ്പീക്കർ അടിച്ചു. നമുക്ക് വേണേൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം ഡി ക്ലാസ് വെച്ച്. ആഹാ, നടുവ് കഴിച്ച് പൊട്ടാറായി. ഇത് നമ്മൾ വയറിങ്ങോട്ട് ഇട്ടായിരുന്നു, ഇനി വന്നില്ലേ. അത് ഫ്രണ്ടിലോട്ടുള്ളതല്ലേ, ബാക്കിലോട്ടാണ്. ആ വന്നു. ഇതാണ് വയർ മക്കളെ, വയർ.
സ്ക്രൂ ഡ്രൈവർ. എന്നാൽ ഈ വെയിറ്റ് എല്ലാം പോക്കറ്റിൽ കിടന്നിട്ട് അങ്ങോട്ട് നോക്കാം. ഈ ഡി ക്ലാസ്സിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് കേട്ടോ, ഓർത്തോണം. ഇതുണ്ട് എൻ്റെ പുറകെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. സ്പീക്കർ പോസിറ്റീവ് നെഗറ്റീവ്, ഇപ്പുറത്തെ സൈഡ് പോസിറ്റീവ്, കൊടുത്തു. ഇനി ഇതിൻ്റെ സപ്ലൈയും കൂടെ കൊടുക്കാം. സപ്ലൈയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല. ആ വീതിയുള്ള ടൈപ്പ് പൊട്ടിച്ചാൽ മതി. ഒരെണ്ണേ അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞിട്ടേ.
ഇത് AC 20 വോൾട്ടാണ്. നമുക്ക് 24 വോൾട്ട് വരെയാണ് കൊടുക്കുന്നത്. AC 20 വോൾട്ട്. അപ്പോൾ ഇത് പുഷ് പുള്ളായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് രണ്ട് പുഷ് പുൾ ആംപ്ലിഫയർ. ആ കണ്ടീഷനേ നമുക്ക് വേണ്ട. നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടെല്ലാം ഒന്ന് മാറ്റിയിട്ട് നോർമലായിട്ടുള്ള ഇതാക്കാം. ഇതിപ്പോൾ വോളിയം ഫുൾ അടിക്കുമ്പോൾ ആംബിയർ കിട്ടുന്നില്ല. കാരണം ഇത് വോൾട്ടേജ് കൂട്ടുക. നമുക്ക് ഈ ഡിജിറ്റൽ ആംപ്ലിഫയറിന് അങ്ങനെ വോൾട്ടേജ് ഒന്നും അധികം വേണ്ട. നമുക്കൊരു കപ്പാസിറ്റർ മതി. നമ്മളങ്ങനെ ആക്കുക. ഇവിടെ ഒരു ഫ്യൂസ് ഇട്ടിട്ട് ഇതൊരു പോസിറ്റീവ്. ഓക്കെ. ഇനി അടുത്ത പോസിറ്റീവ് ഇതാ വേണ്ടത്. ഇത് പോസിറ്റീവ്. ഓക്കെ. ഇനി ഒറ്റ നെഗറ്റീവ്. ഇവിടെ ഒരു നെഗറ്റീവ് വന്നാൽ മതി. ഈ സാധനം ഇനി ഒരു ഡയോഡ് വിടാതെ നേരെ നെഗറ്റീവ് എടുത്താൽ കൊടുത്താൽ മതി. അപ്പം 20 വോൾട്ടും വരും, നല്ല ആംബിയറും കിട്ടും. ആവശ്യമില്ലാത്ത പോലെ കപ്പാസിറ്ററും സാധനം കപ്പാസിറ്റർ വേണ്ടത്. അല്ലെങ്കിൽ അതവിടെ വർക്കിംഗ് വരുന്നില്ല. പിന്നെ ഈ ഡയോഡ് അവിടെ വേണ്ട. നിങ്ങൾ കേട്ടില്ലായിരുന്നു വിക്കി പോകുന്നത്. കാരണം ഇവന്മാർ ആകപ്പാടെ 5 ആംപിയറുള്ള ഈ ട്രാൻസ്ഫോറിനെ 20 വോൾട്ടിനെ 40 വോൾട്ടാക്കി മാറ്റിയിരിക്കുക. മറ്റേ ട്രാൻസിസ്റ്റർ സപ്ലൈ പോലെ. മനസ്സിലായില്ലേ? നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കുള്ളി നെഗറ്റീവ് ഇതിൻ്റെ നെഗറ്റീവ്.
ഈ നെഗറ്റീവും ഒന്നല്ലേ എന്നെനിക്കൊരു സംശയം. നെഗറ്റീവ് ഒന്ന് ഞങ്ങൾക്ക് ഇത്ര ആവശ്യമുള്ളൂ. എല്ലാം ശരിയായി. അപ്പോൾ എല്ലാം ശരിയായി മക്കളെ, ശരിയായി. ഇനി വോൾട്ടേജ് നോക്കിയാൽ മതി. ഇതിൻ്റെ 26, 27 കാണിച്ച വോൾട്ടേജ് നമുക്ക് ഇച്ചിരി കുറയണം. സോറി അതവിടെ ഞാൻ ഊരിയിട്ടിരിക്കാം. അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്യട്ടെ. സ്പീക്കറല്ല, ട്രാൻസ്ഫോമർ. പോസിറ്റീവ് നെഗറ്റീവ് 26 വോൾട്ട് കപ്പാസിറ്റർ നിൽക്കുന്നതുകൊണ്ടാണ് 20 വോൾട്ട് ശരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകണം നമ്മുടെ സപ്ലൈ. നമ്മൾ ആവശ്യമില്ലാത്ത കപ്പാസിറ്ററും കപ്പാസിറ്റർ വേണേൽ പാരൽ ചെയ്ത് കൊടുക്കാം. ഈ ആംപിയർ പോരെങ്കിൽ ഇതിന് പാരൽ ചെയ്ത് വേണേൽ ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, പാരൽ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. Down.
don't think I can take this anymore. I might just break. All the way heartache, 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 all the way
അപ്പോൾ ഇപ്പം തന്നെ സമയം 1 മണിക്കൂർ 20 മിനിറ്റും ആയിട്ടുണ്ട്. അതുകൊണ്ട് വർക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കാം, നിർത്തുവാണ്. അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് വർക്ക് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻ്റ് ഇടാം, ധൈര്യമായിട്ടിടാം, ഒന്നും കുഴപ്പമില്ല. എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അത് പറയുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.